2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 2 മിനിറ്റ്. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ബ്രഷും ടൂൾസും ഒന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു ടീഷർട്ടിൽ നല്ല അടിപൊളി ഒരു പെയിൻറ്റിങ് ചെയ്താലോ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനത്തെ ഒരു ലിഡ് വേണം കേട്ടോ. അപ്പോൾ ആ ലിഡ് എടുത്തിട്ട് വെറുതെ ഒന്നുമില്ല, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ലിഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു ഹാഫ് സർക്കിൾ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ അടിയിൽ വെച്ച് കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പെയിൻറ്റ് ചെയ്യാനാണല്ലോ പോകുന്നത്. അപ്പോൾ അടിയിലത്തെ ഭാഗത്തേക്ക് പതിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മുൻകരുതലായിട്ടാണ് നമ്മളിത് വെച്ച് കൊടുത്തത്. അതിനുശേഷം വിബ്ജിയോർ കളർ നമ്മൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അതിൽ ആദ്യം റെഡ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊരു പാത്രത്തിലേക്ക് ആക്കി, എന്നിട്ട് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇത് ഇങ്ങനെ ജസ്റ്റ് ആ ഹാഫ് സർക്കിൾ മൊത്തത്തിൽ ഇങ്ങനെ നമ്മുടെ ഫിംഗർ ടിപ്പ് ഇങ്ങനെ പതിപ്പിച്ച് കൊടുത്തു. അതിനുശേഷം ഈ ഓറഞ്ച് എടുത്തിട്ട് ഇതേപോലെ തന്നെ ആ ഹാഫ് സർക്കിൾ മൊത്തത്തിൽ നമ്മൾ പതിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്തിരിക്കുന്ന പെയിൻറ്റ് ഫാബ്രിക് പെയിൻറ്റ്, അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മറ്റേ സാധാരണ വാട്ടർ കളർ ഒന്നും എടുക്കരുത്, ഫാബ്രിക് പെയിൻറ്റ് തന്നെ എടുക്കണം. അതിനുശേഷം യെല്ലോ എടുത്തിട്ട് ഇതുപോലെ ആ ഹാഫ് സർക്കിൾ മൊത്തത്തിൽ വരച്ചു കൊടുത്തു. നമ്മുടെ മഴവില്ലിലെ 7 വർണ്ണങ്ങൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഗ്രീൻ ഉണ്ടല്ലോ, ഈ ലൈറ്റ് ഗ്രീനേക്കാളും നല്ലത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ, അതെനിക്ക് അങ്ങനെ തോന്നി. അതിനുശേഷം നമ്മുടെ ബ്ലൂ നമുക്ക് കുറേ കളർ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ കളർ ബ്ലൂ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതാണ് ഞാൻ ഈ ബ്ലൂ എടുത്തത്. അതിനുശേഷം ഇൻഡിഗോ കൊടുത്തു. അപ്പോൾ ഒരു പണിയില്ല, ജസ്റ്റ് ഈ കൈ വെറുതെ വിരൽ കുത്തുക, അത്രയേ ഉള്ളൂ. ആ ഒരു സർക്കിൾ കീപ്പ് ചെയ്യാൻ നോക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം വയലറ്റ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു, നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതിനുശേഷം ഈ റെയിൻബോ ആണല്ലോ, അപ്പോൾ 2 ഭാഗത്ത് 2 മേഘങ്ങൾ കൂടി വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇതുപോലെ ടീഷർട്ടിൽ ഇങ്ങനെ ചെയ്തു കൊടുത്താലൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പം ഞാൻ ഈ ഔട്ട്ലൈൻ മാത്രം ഇൻഡിഗോ കളർ കൊണ്ട് ലൈൻ ചെയ്തു. അതിനുശേഷം വൈറ്റ് വെറുതെ ഉള്ളിൽ, എന്നിട്ട് ഈ ലൈൻ ഉള്ളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ആ സ്പ്രെഡ് ചെയ്യുന്ന ഒരു കളർ മാത്രം മതി, അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കാവും, ഒരു ഭംഗിയില്ലാണ്ടാവും. അപ്പോൾ ഇത് 2 ഭാഗത്തായിട്ടും 2 കാർമേഘങ്ങൾ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഫൈനൽ റിസൾട്ട്. അടിപൊളിയായിട്ടില്ലേ. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം ഉണങ്ങുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഉള്ളിൽ വെച്ചിട്ട് ബാക്ക് ഭാഗത്ത് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക, വെച്ചാൽ കുറച്ചും കൂടി അതൊന്ന് പൊന്തി നിൽക്കും കേട്ടോ. ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മുടെ ഈ ഒരു റെയിൻബോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണേ.